പെട്ടെന്ന് ഓർക്കുന്നത് ഒരു പാടമാണ്, ഒരു വലിയൊരു പാടം, നെല്ല്, അത് ഉഴുതുന്ന പിന്നെ കാളകൾ, അതിൻ്റെ പുറകെ നടക്കുന്ന മനുഷ്യർ, അവർ ഞാറ് നടുന്നത്, അത് പിന്നെ എല്ലാം വളരുന്നത്, വിള കൊയ്യുന്നത്, ആ കൊയ്ത്തുപാട്ട്, ഇത്രയും കാര്യം ഒരൊറ്റ അരിന്ന് വായിച്ചു കഴിയുമ്പം എന്നെപ്പോലുള്ളവരുടെ, അതായത് എഴുത്തുകാരെന്ന് പറയുന്ന ഈ ദുശ്ശീലുള്ളവരുടെ മനസ്സിൽ കൂടെ കയറിപ്പോകും. അപ്പം അത് സാധാരണ ഒരാൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോഴാണത് ശരിയാണല്ലോ. ഇപ്പോൾ ഭാസ്കര മാഷ്, പി ഭാസ്കര മാഷ് അതിന് 100ാം ജന്മദിന അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം എന്ന് പഴയ തലമുറയിലേക്ക് പറഞ്ഞാൽ നമുക്ക് പലതും മറക്കാൻ പറ്റില്ല. അതിങ്ങനെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് മറക്കാൻ, ഓർമ്മിച്ചിരിക്കാൻ അവർക്ക് നേരിട്ട് ധൃതിയിലാണ് പോകുന്നത്. വേഗതയിൽപ്പെട്ട് വേഗതയിൽപ്പെട്ട് ഒന്നിനോടും കൂടുതൽ തവണ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സൂര്യന് നമ്മൾ കാണുന്ന നിറം സ്വർണ്ണ നിറമാണ്, അല്ലെങ്കിൽ വെള്ള നിറമാണ്, മഞ്ഞ നിറമാണെന്നൊക്കെ പറയുമ്പോൾ 7 നിറമുണ്ട്. ആ 7 നിറയിൽ വളരെ വേഗതയിൽ കറങ്ങി പോകുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതുപോലെ നമ്മളിൽ ഇതെല്ലാം, ഈ നിറങ്ങളെല്ലാം നമ്മളിൽ, എല്ലാ രസങ്ങളും നമ്മളിലുണ്ട്. പക്ഷെ നമുക്കത് ശ്രദ്ധിക്കാൻ നേരമില്ല. ആ അശ്രദ്ധയാണ് ഒരുപക്ഷെ ഈ തലമുറയിലേക്ക് ഒരു പാരമ്പര്യത്തിൽ നിന്ന് മറ്റൊരു പാരമ്പര്യം വന്ന് പെടുകയും അവർ ഈ പുതിയ തലമുറയെ വിലക്കെടുക്കുകയും ചെയ്യും. നമ്മൾ പറയും പണ്ടുകാലത്ത് അടിമകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അടിമകളും ജന്മികളും തമ്മിലുള്ള ബന്ധത്തിൽ അടിമകൾക്ക് ഒരേ സ്വഭാവമായി